വിളക്കുടി കൃപ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 9ാമത് വാർഷികാഘോഷ പരിപാടികൾ നടന്നു. ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണം, ഓണക്കോടി വിതരണം, ചികിത്സാ സഹായ വിതരണം എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടാണ് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. വിളക്കുടി സർക്കാർ LP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ കലയപുരം ആശ്രയ ജനറൽ സെക്രട്ടറി കലയപുരം ജോസ് വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രസ്ഥാനം രൂപീകരിച്ച് 9 വർഷം അത് നയിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് ഒരു നിസ്സാര സംഭവമല്ല എന്ന് എനിക്ക് ബോധ്യമാണ്. 10ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നു. കഴിഞ്ഞ 9 വർഷം ചെയ്ത പ്രവർത്തനങ്ങളുടെ ആകെത്തുക എന്ന് പറയുന്നത് ഒരു വിശപ്പ് രഹിത വിളക്കുടി, വിശപ്പ് രഹിത പരിസരം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. പണ്ടൊക്കെ വലിയ തറവാടുകളിൽ രാത്രിയിൽ ലൈറ്റ് ഓഫ് ചെയ്ത് കഥപടയ്ക്കുന്നതിന് മുമ്പ് അത്താഴപ്പക്ഷി 3 തവണ വിളിച്ചു ചോദിച്ച് ആരും പടിവാതിക്കൽ അല്ലെ പടിപ്പരയിൽ ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് വീടുകളുടെ കതക് കൂട്ടപ്പെടുന്നത്. എന്നാൽ ഇന്ന് നമ്മൾ സമൃദ്ധിയുടെ നടുവിലാണ്. നമ്മുടെയൊക്കെ വീടുകളിലെ ഫ്രിഡ്ജ് തുറന്നാൽ ഒരാഴ്ച കഴിക്കാനുള്ള സാധന സാമഗ്രികൾ നമ്മുടെ എല്ലാ ഫ്രിഡ്ജുകളിലുണ്ട്. എന്നാൽ അത്താഴപ്പട്ടിണിക്കാരനെ കണ്ടെത്തി അത് നൽകുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പണ്ട് ഫ്രിഡ്ജില്ലായിരുന്നു. അത് മിച്ചം വെച്ചാൽ ചോറായാലും കഞ്ഞിയായാലും എരിശ്ശൂരിയായാലും പിറ്റേ ദിവസത്തേക്ക് ഇരിക്കുകയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം വിശക്കുന്നവന് വിതരണം ചെയ്തത്. ഇന്ന് ശീതീകരിച്ചത് സംരക്ഷിക്കുന്നതിനും സൂക്ഷിക്കുന്നതിനും ഓരോ ദിവസം എടുത്ത് കുറേശ്ശെ ചൂടാക്കി നമുക്ക് കഴിക്കുന്നതിനുമുള്ള സാഹചര്യം നമുക്ക് ശാസ്ത്ര പുരോഗതിയിലൂടെ കൈവന്നതുകൊണ്ട് ഇത് അവരിന് നൽകാനുള്ളതല്ല, ഇത് എനിക്ക് എൻ്റെ മക്കൾക്കും മാത്രമുള്ളതാണ് എന്നുള്ള ചിന്തയോടുകൂടി നമ്മളതിനെ തത്തിപ്പൊത്തി വെച്ച് നമ്മുടെ ഉദരപൂരണത്തിന് മാത്രമായി വിനിയോഗിക്കപ്പെടാം. കിറ്റ് മേടിച്ചാലും പോലെ ഇവിടെ അടുത്ത ലൈല അവിടെ നിന്നാ മതി കേട്ടോ. ഷാഹിദ നമ്മുടെ അലിക്കാക്കയുടെ മകളാണ്. നമ്മുടെ അറിവിന് വേണ്ടി പറയുകയാണ്. കൃപ ചാരിറ്റബിൾ സൊസൈറ്റി സെക്രട്ടറി ചെറിയാൻ ജോർജ് ചിറയിൽ അധ്യക്ഷനായിരുന്നു. മുതലായ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾ പോയി, പുനലൂർ സ്ഥലങ്ങളിൽ, കവഞ്ചേരി സ്ഥലങ്ങളിലൊക്കെ പോയി ഞങ്ങൾ ചികിത്സാ സഹായം കൊടുത്തു. ചികിത്സാ സഹായം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ദുബൈയിലായിരുന്നല്ലോ. അപ്പോൾ അവിടെയുള്ള ഒരു സംഘടന ജീവസ്പർശം എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടാണ് ചികിത്സാ സഹായം കൊടുക്കുന്നത്. അനേകർക്ക് 100-ലധികം ആൾക്കാർക്ക് 3-4 വർഷം കൊണ്ട് ചികിത്സാ സഹായം കൊടുക്കാൻ സാധിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഖജാൻജി ഷൈബു ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ശ്രീകല സബ്സിഡി നിരക്കിലുള്ള ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C സജീവൻ ഓണക്കോടികൾ വിതരണം ചെയ്തു. വിളക്കുടി MGM ലൈബ്രറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് H രാജീവൻ ചികിത്സാ സഹായ വിതരണം നിർവഹിച്ചു. സാഹിത്യകാരൻ ബാബു ചിറയിൽ പകലോമറ്റം മുഖ്യപ്രഭാഷണം നടത്തി. വിളക്കുടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ലീന സുരേഷ്, ധന്യ പ്രദീപ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് വിളക്കുടി ചന്ദ്രൻ, സൗഹൃദ സാംസ്കാരിക സമിതി പ്രസിഡന്റ് A സജീദ, കൃപ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് അബ്ദുൽ അസീസ് എന്നിവർ സംസാരിച്ചു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.